ഈ രണ്ട് ഫോട്ടോ ഞാനിവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാൻ വേണ്ടിയാണ്. മിക്ക ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എല്ലാം കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാഗ്രഹിക്കുന്ന തരത്തിലുള്ള ഫിസിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന്. ഈ രണ്ട് ഫോട്ടോയിലും ഞാൻ ഹെൽത്തിയാണ്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഫിസിക്ക് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ തരത്തിലേക്ക് ഞാൻ മാറണമെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണവും കഴിച്ചാൽ എനിക്ക് ഒരിക്കലും ഈ തരത്തിലുള്ളൊരു ഫിസിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് വേണം. അതുപോലെ ഒരു ദിവസം നമ്മളുടെ മുഴുവൻ മൂവ്മെൻറ്റും അക്കൗണ്ടബിൾ ആയിരിക്കണം. കഷ്ടപ്പാടാണ്. ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ തരത്തിലുള്ള ഒരു ഫിസിക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റൂ. പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു ഫിസിക്ക് അല്ല ഇത്. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിനകത്ത് പായ്ക്കൊന്നും വിസിബിൾ അല്ല, അത്യാവശ്യം ഫാറ്റ് പെർസെൻറ്റേജ് ശകലം കൂടുതലാണ്. എന്നാൽ ഞാൻ മെന്റലി കുറച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നത് ഞാൻ ഈ തരത്തിൽ എൻ്റെ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുമ്പോഴാണ്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമെല്ലാം ഈ തരത്തിലാണ് ബോഡിയെങ്കിൽ കഴിക്കാൻ പറ്റും. അത്യാവശ്യം നമ്മൾ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഈ തരത്തിൽ ബോഡി ഉള്ളവർക്കാണ് കുറച്ചുകൂടെ ലുക്ക്. പക്ഷേ ഈ സിക്സ് പാക്കിൽ നമ്മൾ ഉടുപ്പിടാതെ നിൽക്കുമ്പോൾ ലുക്ക് ഉണ്ടെങ്കിലും ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് ജസ്റ്റ് വണ്ണം കുറച്ചാൽ മതി, ഫിറ്റായിട്ടിരുന്നാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫിറ്റായിട്ടിരിക്കാൻ പറ്റും. പക്ഷേ ജസ്റ്റ് പോർഷൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രം മതി. പക്ഷേ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഫിസിക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എല്ലാം കഴിച്ചുകൊണ്ടൊന്നും അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതിന് കൃത്യമായ ഡയറ്റ് നോക്കണം. നിങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യണം. നിങ്ങളുടെ ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും അക്കൗണ്ടബിൾ ആയിരിക്കണം.